പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഏവരെയും ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപകൾക്കായി, ദൈവത്തിൻ്റെ കരുതലിനായി സകല മഹത്വവും ദൈവത്തിന് കൊടുക്കാം. ആമേൻ. ചെറിയൊരു സന്ദേശം ഈ പ്രഭാതത്തിലും നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വേദപുസ്തകം വായിക്കുമ്പോൾ സങ്കീർത്തനം 63 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു. അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ആമേൻ. സ്തോത്രം. വെള്ളം ഇല്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി കാംക്ഷിക്കുന്നു. ആമേൻ. സങ്കീർത്തനത്തിൽ ഇനിയൊരു ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു: ആമേൻ, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം നിനക്കായി കാംക്ഷിക്കുന്നു. ആമേൻ. ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നു അതിരാവിലെ ആമേൻ ഞാൻ നിന്നെ അന്വേഷിക്കും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപ് ഈ പ്രഭാതത്തിലും പ്രിയ സ്നേഹിതരെ, ആമേൻ, സ്തോത്രം. രാവിലെയാണ്, നമുക്ക് തിരക്കുള്ള സമയമാണ്. പെട്ടെന്ന് ഓരോ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച്, ആമേൻ, സ്തോത്രം, ഡ്യൂട്ടിക്ക് പോകാൻ വാഹനത്തിൻ്റെ കീ എവിടെ ഇരിക്കുന്നു, ആമേൻ, സ്തോത്രം, അടുക്കളയിൽ കയറുന്നവർ ഫുഡിനുള്ള സാധനങ്ങൾ എവിടെ ഇരിക്കുന്നു, എല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ചിന്തയോടുകൂടെ എഴുന്നേറ്റ് അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന സമയമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ദാവീദ് പറയുന്നു: വെള്ളം ഇല്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ഞാൻ യഹോവയെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ദാവീദ് യഹൂദ മരുഭൂമിയിൽ വെച്ച് ചമച്ചത് പറഞ്ഞ ഒരു സങ്കീർത്തനമാണ് ഇത്. മരുഭൂമിയുടെ അനുഭവത്തിൽ യഹോവയെ അന്വേഷിക്കുന്നവർ കണ്ടെത്തും എന്ന് ദാവീദിന് അറിയാം. വേദപുസ്തകം വായിക്കുമ്പോൾ ആമേൻ, യിരെമ്യാ പ്രവചനം അതിൻ്റെ 31 അധ്യായം 4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ കന്യകയെ, ഞാൻ നിന്നെ വീണ്ടും പണിയും. നീ പണിയപ്പെടും. നീ ഇനിയും തപ്പുകളോടും അലങ്കൃതമായി ആനന്ദമുണ്ടാക്കുന്നവരുടെ നൃത്തത്തിന് പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ഇവിടെ ആ 31 യിരെമ്യാ പ്രവചനം 31 അധ്യായം വായിക്കുമ്പോൾ വ്യക്തമായി കാണുവാൻ കഴിയും. ആമേൻ. ഇങ്ങനെ പറയുന്നു അവിടെ, സ്തോത്രം, വാളുങ്കൽ നിന്ന് തെറ്റി ഒഴിഞ്ഞവർ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ആമേൻ. മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ആ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന്, ആമേൻ, സ്തോത്രം, ഇസ്രായേൽ ജനങ്ങളോട് ദൈവം പറയുകയാണ്: ആമേൻ, യെരൂശലേം നിവാസികളെ, അല്ലെങ്കിൽ ആമേൻ, ഇസ്രായേൽ കന്യകയെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് അഭിവൃദ്ധി വരുത്താൻ പോകുകയാ. ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ, ആമേൻ, സ്തോത്രം, ഈ വെള്ളമില്ലാതെ നിന്റെ ജീവിതം ഉണങ്ങി വരേണ്ടതാണെങ്കിൽ, ആമേൻ, ഉണങ്ങി വരേണ്ടതുപോലെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ, ആമേൻ, പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നുവെങ്കിൽ രാവിലെ ഇപ്പോൾ തന്നെ, ആമേൻ, സ്തോത്രം, മുഴങ്കാലിൽ നിന്ന് കർത്താവേ എന്ന് വിളിച്ച് ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഇന്നത്തെ ദിവസം പുതിയ ഉറവകൾ തുറക്കും. നിനക്ക് വേണ്ടി ഇന്നത്തെ ദിവസം പുതിയ അത്ഭുതങ്ങൾ നീ കാണും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. യഹോവേ, അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. മറ്റെല്ലാ കാര്യത്തിനും പോകുന്നതിനേക്കാളും ആദ്യം ഞാൻ നിന്നെ അന്വേഷിക്കും. ആമേൻ. ചില വരണ്ടുപോയ അനുഭവങ്ങൾ ഈ ദിവസം പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൽ വരണ്ടിരിക്കുന്നതിന്, ആമേൻ, ദൈവം, ആമേൻ, പച്ചയായി മാറ്റാൻ പോകുക. വിശ്വാസത്തോടെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകരണം. ഈ ദിവസം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഗോഡ് ബ്ലസ് യു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം മുഴുവനും നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.